സ്കൂൾ മുറ്റം മൃദുവായ സൂര്യപ്രകാശത്തിൽ കുളിച്ചിരിക്കുന്നു. ഇളം കാറ്റ് അടുത്തുള്ള മരങ്ങളുടെ ഇലകളിൽ തഴുകുന്നു. ആതിര പരിഭ്രമത്തോടെ നിജിത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു. വളരെയധികം നെഞ്ചിടിപ്പോടെ അവൾ തൻ്റെ ആത്മാവ് കൈമാറാനായി അവൻ്റെ അടുത്തെത്തി. വിറയ്ക്കുന്ന ശബ്ദത്തോടെ ആതിര നിജിത്തിനോടായി പറഞ്ഞു, നിജിത്ത്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിജിത്ത് ആതിരയുടെ മുഖത്തേക്ക് തിരിഞ്ഞു. അവൻ്റെ ഭാവം കൗതുകത്തോടെ അവളെ നോക്കുന്നു. നിജിത്ത് അവളോടായി ചോദിച്ചു, എന്താ ആതിര? എനിക്ക് തോന്നുന്നു നിനക്കെന്തോ ടെൻഷനുണ്ടെന്ന്. എന്തു പറ്റി? ആതിര ഒരു ദീർഘശ്വാസം എടുക്കുന്നു. വളരെയേറെ കഠിനമായൊരു കാര്യമാണ് അവൾ ചെയ്യാൻ പോകുന്നത്. ഈ സംഭാഷണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് പോലും അവൾക്കൊരു പിടുത്തവുമില്ല. വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവൾ പറഞ്ഞു, അത് ഞാൻ കുറച്ച് നാളായി നിന്നോട് പറയണമെന്ന് വിചാരിക്കുന്നു. അത് എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് നിജിത്ത്. സൗഹൃദം എന്നതിലുപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. ഇത് കേട്ടതും നിജിത്തിൻ്റെ ഭാവം മാറുന്നു. ആതിരയുടെ ഈ വാക്കുകൾ അവന് ഗ്രഹിക്കാൻ കൂടി കഴിയുന്നില്ല. അവൻ്റെ മുഖഭാവം ആകെ മാറി. പ്രതികരണം മൂർച്ചയുള്ളതായി. അവൻ്റെ സ്വരത്തിൽ കോപം നിറഞ്ഞിരുന്നു. അവൻ ആതിരയോട് പറഞ്ഞു, ആതിര, നീ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കുന്നെന്ന് തോന്നുന്നു. വർഷങ്ങളായി നമ്മൾ സുഹൃത്തുക്കളല്ലേ? പക്ഷേ സുഹൃത്തുക്കൾ മാത്രമാണ്, വെറും സൗഹൃദം. അതിലുപരി എനിക്ക് നിന്നോടൊന്നും തോന്നിയിട്ടില്ല ആതിര. എനിക്കങ്ങനെ തോന്നുമെന്നും തോന്നുന്നില്ല. നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. നീ നല്ലൊരു സുഹൃത്താണ് എനിക്ക്. അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഈ റിലേഷൻഷിപ്പിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ? അല്ലാണ്ട് വേറൊന്നും വിചാരിക്കരുത്. ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ ഞാൻ പറയാം. നിജിത്തിൻ്റെ ഈ വാക്കുകൾ ആതിരയുടെ ഹൃദയത്തെ ദശലക്ഷം കഷ്ണങ്ങളായി മുറിച്ചു കളയുന്നു. തിരസ്കരണത്തിൻ്റെ ഭാരം അവളുടെ ആത്മാവിനെ തകർത്തു. ആതിര വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു, പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മൾക്കിടയിൽ എന്തോ ഉണ്ടെന്ന്. ഞാൻ കരുതി. നമ്മൾ സംസാരിച്ച രീതി, ചിരിച്ച രീതി, ഞാൻ ചിന്തിച്ചു. നിജിത്ത് അവളെ തടുത്തുകൊണ്ട് പറഞ്ഞു, ആതിര, ഞാൻ നിനക്ക് തെറ്റായ ധാരണ നൽകിയെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ നമുക്കിടയിൽ ഒരിക്കലും പ്രണയബന്ധം ഉണ്ടായിട്ടില്ല. നീ ഒരു നല്ല സുഹൃത്താണ്, അതിനപ്പുറം ഒന്നുമില്ല. പക്ഷേ എനിക്കറിയില്ല അതിന് നിന്നോടിപ്പോൾ എന്താ പറയേണ്ടതെന്ന്. നിജിത്തിൻ്റെ തിരസ്കരണം ഗ്രഹിക്കാൻ കൂടി അവൾക്കിപ്പോൾ കഴിയുന്നില്ല. അവൾ അതിനായി പാടുപെടുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. അവൻ പറയുന്ന ഓരോ വാക്കും അവളുടെ ഹൃദയം തകർത്തെറിയുന്നു. ആതിര അവനോടായി പറയുന്നു, എനിക്ക് മനസ്സിലായി. തെറ്റിദ്ധരിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ ഇനി നിന്നെ ശല്യം ചെയ്യില്ല. മറ്റൊരു വാക്കുപോലും പറയാതെ ആതിരയുടെ മുന്നിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് നിജിത്ത് മടങ്ങി. തിരിച്ചു വരാത്ത പ്രണയത്തിൻ്റെ ഭാരത്താൽ അവളുടെ ഹൃദയം ഭാരപ്പെട്ടു. അവൻ പോകുന്നത് ആതിര നോക്കി നിൽക്കുന്നു. ആതിര നടക്കുമ്പോൾ അവളുടെ മുഖത്ത് കണ്ണുനീരൊഴുകുന്നു. അവൾ ശ്വാസത്തിനടിയിൽ ഒരു കവിത ചൊല്ലുന്നു. അവളുടെ ശബ്ദം ഒരു ശബ്ദത്തിന് മുകളിലാണ്. എൻ്റെ സങ്കടത്തിൻ്റെ നിശബ്ദതയിൽ ഒരു പ്രാർത്ഥനയായി ഞാൻ എൻ്റെ കണ്ണുനീർ സമർപ്പിക്കുന്നു. ഒരിക്കലും എൻ്റേതല്ലാത്ത പ്രണയത്തിന് ഒപ്പം വായുവിൽ മാഞ്ഞുപോയ സ്വപ്നങ്ങളും. തിരസ്കരണത്തിൻ്റെ പ്രതിധ്വനിയിൽ എൻ്റെ വേദന. ഞാൻ ആശ്വാസം കണ്ടെത്തുന്നു. കാരണം ഇരുട്ടിൻ്റെ ആഴങ്ങളിൽ എൻ്റെ ശക്തി നിലനിൽക്കുമെന്ന് എനിക്കറിയാം. അവളുടെ കണ്ണുനീർ പുരണ്ട മുഖത്ത് സൂര്യൻ പ്രകാശം ചെലുത്തുന്നു. അവളുടെ തകർന്ന ഹൃദയത്തിൽ നിഴൽ വീഴ്ത്തി സൂര്യപ്രകാശം മങ്ങുന്നു. പിറ്റേ ദിവസം സ്കൂൾ ഇടനാഴി ക്ലാസ്സുകൾക്കിടയിൽ നീങ്ങുന്ന വിദ്യാർത്ഥികളാൽ തിരക്കേറിയതാണ്. ആതിര അവളുടെ ലോക്കറിൽ നിന്നും അവളുടെ പാഠപുസ്തകങ്ങൾ അവളുടെ കൈകളിലേക്ക് മുറുകെ പിടിച്ചിരിക്കുന്നു. നിജിത്ത് അടുക്കുമ്പോൾ അവൾ അവൻ്റെ സാന്നിധ്യത്തിനായി സ്വയം ശ്വാസം മുട്ടിച്ചു. അവൾ സ്വയം പറഞ്ഞു, ആതിര, നീ നിൻ്റെ മനസ്സിനെ കല്ലാക്കണം. സാധാരണ പോലെ പെരുമാറ്. അവൻ നിന്നെ എത്രത്തോളം വേദനിപ്പിച്ചുവെന്ന് അവൻ അറിയേണ്ടതില്ല. നിജിത്ത് ആതിരയുടെ അടുത്തേക്ക് നടക്കുന്നു. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അഭിവാദ്യം ചെയ്യുന്നു. അതേസമയം അവൻ്റെ മുഖത്ത് ഒരു സാധാരണ പുഞ്ചിരി. നിജിത്ത് ചോദിച്ചു, ഹേ ആതിര, എന്നാ ഉണ്ട്? ആതിര നിർബന്ധിതമായൊരു പുഞ്ചിരി മുഖത്തണിഞ്ഞു. അയ്യോ നിജിത്ത്, എനിക്ക് സുഖമാണ്, നന്ദി. നിനക്ക് എന്നാ ഉണ്ട്? സാധാരണ പോലെ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ അവർ പെരുമാറി. നിജിത്തിൻ്റെ സാന്നിധ്യം ആതിരയിലൂടെ വൈരുദ്ധ്യാത്മക വികാരങ്ങളുടെ ഒരു തരംഗത്തെ അയക്കുന്നു.
പക്ഷേ അവൾ അവയെ മാറ്റി നിർത്തി സാധാരണ പോലെ തന്നെ പെരുമാറാൻ ശ്രമിക്കുന്നു. ആതിര, ഇന്നലത്തെ ക്രിക്കറ്റ് കണ്ടായിരുന്നോ? ആ അതെ, ഞാൻ ചിലത് കണ്ടായിരുന്നു. ഭയങ്കര ആവേശമേറിയ കളിയായിരുന്നു. നിജിത്ത് ക്രിക്കറ്റിനെക്കുറിച്ചുള്ള സജീവമായ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. ആതിര സ്വയം തലയാട്ടുന്നതായി കാണിക്കുന്നു. അവളുടെ മനസ്സ് സംയമനം പാലിക്കാൻ പാടുപെടുമ്പോൾ. ആതിര ഉള്ളിൽ പറഞ്ഞു, നിനക്കിതിന് കഴിയും ആതിര, സംഭാഷണത്തിൽ മാത്രം ശ്രദ്ധിക്ക്. അവൻ നിന്നെ എത്രമാത്രം സ്വാധീനിക്കുന്നുവെന്ന് അവൻ കാണേണ്ടതില്ലല്ലോ. ഹൃദയത്തിൽ എത്ര നോവുണ്ടെങ്കിലും നിജിത്തിൻ്റെ തമാശകൾ കേട്ട് ചിരിക്കുകയും അനായാസമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ആതിര ശാന്തമായൊരു ബാഹ്യരൂപം നിലനിർത്തുന്നു. അവസാനം ആതിരയെ തൻ്റെ ലോക്കറിൽ തനിച്ചാക്കി തൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന നിജിത്ത് വിട പറയുന്നു. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് ആതിര, നീ നന്നായിട്ടുണ്ട് ആതിര, അത് തുടരുക. ഇതേപോലെ തന്നെ. അവൻ നിന്നെ എത്രമാത്രം ദ്രോഹിക്കുന്നുവെന്ന് അവൻ അറിയേണ്ടതില്ല. ആതിര തൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകുന്നു. അവളുടെ ഹൃദയത്തിൽ ഒരു സങ്കടം, ഒരു വേദന അനുഭവപ്പെടാതിരിക്കാൻ അവൾ ശ്രമിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവൾ പുറം ലോകത്തിനായി ധരിക്കുന്ന സാധാരണതയുടെ മുഖംമൂടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് മാറ്റിവെക്കുന്നു. പിന്നീട് സ്കൂൾ ലൈബ്രറി ശാന്തമാണ്. ആതിര ഒരു മേശപ്പുറത്തിരിക്കുമ്പോൾ സൂര്യപ്രകാശം ജനലിലൂടെ ഒഴുകുന്നു. അവളുടെ പാഠപുസ്തകങ്ങൾ അവളുടെ മുന്നിൽ വിരിച്ചു. മീര അടുത്തേക്ക് വരുന്നു. ആതിരയുടെ എതിർവശത്തിരിക്കുമ്പോൾ അവളുടെ മുഖത്ത് നിർബന്ധിത പുഞ്ചിരി. മീര ആതിരയുടെ വളരെ അടുത്ത സുഹൃത്താണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം. മീര അവളോട് പറഞ്ഞു, ഹേയ് ആതിര, ഞാൻ നിന്നോടൊപ്പം ഇരിക്കട്ടെ? ആതിര ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ആടി അതിനെന്താ? മീര ചോദിച്ചു, നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ലടി. അതെ, ആതിര ഇക്കാര്യങ്ങളൊന്നും ആരോടും തന്നെ പറഞ്ഞിരുന്നില്ല. തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായ മീര, എൽസ, നിവേദ്യ എന്നിവരോട് പോലും ആതിര ഈ വിവരങ്ങൾ പറഞ്ഞിരുന്നില്ല. അങ്ങനെ അവരവിടെ ഇരിക്കെ മീര ആതിരയുടെ പെരുമാറ്റത്തിൽ ഒരു പിരിമുറുക്കം ശ്രദ്ധിക്കുന്നു. ഒരു ചെറിയ അസ്വസ്ഥത അവളെ അരികിൽ നിർത്തുന്നു. ആതിര ആശങ്കയോടെ, എല്ലാം ഓക്കെ ആണോ മീര? സംതിങ് ഈസ് ഓഫ്. മീരയുടെ പുഞ്ചിരി ഒരു നിമിഷം അലയുന്നു. അവൾ തല കുലുക്കുന്നു. ശോഭയുള്ള മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തി മീര പറയുന്നു, ഓ എല്ലാം അങ്ങനെയൊക്കെ തന്നെ, ചെറിയ ക്ഷീണം അത്രമാത്രം. ആതിരയുടെ സംശയങ്ങൾ ഇനി നീണ്ടുകിടക്കുന്നു. പക്ഷേ മീര ചെറിയ സംസാരത്തിൽ മുഴുകിയപ്പോൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൾ അവരെ തള്ളിമാറ്റി. എന്നിരുന്നാലും ആതിരയുടെ മനസ്സിൽ അരികുകളിൽ ഒരു നഗ്നമായ വികാരം, പറയാതെ അവശേഷിക്കുന്ന രഹസ്യങ്ങൾ മന്ത്രിക്കുന്നു. പിന്നീട് ആതിര സ്കൂൾ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ സഹപാഠികൾ തമ്മിലുള്ള സംഭാഷണത്തിൽ അവയുടെ ശകലങ്ങൾ, ചില വാക്കുകൾ ആതിര കേൾക്കാനിടയായി. അതിലൊരു കുട്ടി പറയുന്നു, ഇടി അവർ തമ്മിൽ ആഴ്ചകളായിട്ട് കാണുന്നെന്ന് കേൾക്കുന്നു. അപ്പോൾ അടുത്ത കുട്ടി പറഞ്ഞു, അവർ ആതിരയോട് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എന്ത് കഷ്ടമല്ലേ പാവം ആതിര. അങ്ങനെ ഓരോന്നായി ആതിരയുടെ കാതുകളിലേക്ക് പൊടിയായി എത്തി. ആതിരയുടെ ഹൃദയം ഒരു 100,000 കഷ്ണങ്ങളായി തകർന്നു വീഴുന്നു. അവളുടെ കൺമുന്നിൽ നടക്കുന്ന വഞ്ചന മനസ്സിലാക്കാൻ അവൾ പാടുപെടുമ്പോൾ അവളുടെ സമനില തെറ്റുന്നു. ആതിര വളരെയേറെ ദുഃഖത്തോടെ, വേദനയോടെ സ്വയം പറയുന്നു, ഇല്ല, അത് സത്യമായിരിക്കില്ല. ആതിരയുടെ ചിന്തകൾ നിജിത്തിലേക്കും മീരയിലേക്കും ഒഴുകുന്നു. വേദനാജനകമായ വ്യക്തതയോടെ അവൾ പലതും മനസ്സിലാക്കി. സങ്കടവും ദേഷ്യവുമെല്ലാം കൂടിക്കലർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ആതിര. ആതിര ഒരു വിങ്ങലോടെ മനസ്സിൽ പറയുന്നു, അവർക്കെങ്ങനെ കഴിഞ്ഞു? അവർക്കെങ്ങനെ എന്നോടിത് ചെയ്യാൻ കഴിയും? സാഹചര്യത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ പാടുപെടുമ്പോൾ ആതിരയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. അവൾ ഏറ്റവും വിശ്വസിച്ചവരാൽ വഞ്ചിക്കപ്പെട്ടതായി അവൾക്ക് തോന്നുന്നു. അവളുടെ ഹൃദയം പരിഹരിക്കാനാകാത്ത ശകലങ്ങളായി തകർന്നു. ഇടനാഴിയിലൂടെ ഒരു ആളൊഴിഞ്ഞ കോണിലേക്ക് പിൻവാങ്ങുന്ന ആതിരയുടെ വികാരങ്ങൾ അവളെ കീഴടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. വഞ്ചനയുടെയും വേദനയിൽ പിടയുമ്പോൾ അവളുടെ കണ്ണുനീർ സ്വതന്ത്രമായി ഒഴുകുന്നു. ശബ്ദം പൊട്ടിയ ആതിര, ഞാൻ വിചാരിച്ചു അവരെൻ്റെ ഫ്രണ്ട്സാണെന്ന്. ഞാൻ അങ്ങനെയാണ് കരുതിയത്. പക്ഷേ ഹൃദയം തകർന്ന ആ നിമിഷം ആതിരയ്ക്ക് തീർത്തും ഏകാന്തത അനുഭവപ്പെട്ടു.
അറിഞ്ഞ സത്യങ്ങളെല്ലാം ആതിരയുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം ആതിര സ്കൂളിലെത്തി. വിദ്യാർത്ഥികളുടെ സംസാരവും ചിരിയും കളിയും എല്ലാം അവിടുത്തെ ഭിത്തികളിൽ പ്രതിധ്വനിക്കുന്നു. അങ്ങനെ ആ സ്കൂൾ അങ്കണം സജീവമായി കിടക്കുകയാണ്. ആതിര ആൾക്കൂട്ടത്തിനിടയിലൂടെ നടക്കുന്നു. അവളുടെ ചുവടുകൾ അവൾക്കേറെ ഭാരമായി തോന്നി. തിരക്കേറിയ നടുമുറ്റത്തിൻ്റെ ഹൃദയത്തിൽ വഞ്ചനയുടെ ഭാരത്താൽ ആതിരയുടെ ലോകം തകർന്നു. അവളുടെ നിശബ്ദമായ നിലവിളികളുടെ പ്രതിധ്വനിയിൽ അവളുടെ തകർന്ന സ്വപ്നങ്ങളുടെ കോലാഹലത്തിൽ മുങ്ങിപ്പോയി. ആതിരയുടെ നോട്ടം നിജിത്തിൻ്റെയും മീരയുടെയും മേൽ പതിക്കുന്നു. മരത്തണലിൽ ഒരു നിമിഷം അടുപ്പം പങ്കിടുമ്പോൾ മുറിവേറ്റ അവളുടെ ഹൃദയത്തിലേക്ക് ഒരു കടാര പോലെ അവരുടെ ചിരി. നിജിത്തും മീരയും ഒരുമിച്ചുള്ള കാഴ്ചയായിരുന്നു അവൾക്ക് അന്നത്തേക്കുള്ള സമ്മാനം. ഇത് അവളെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഓരോ നിമിഷം കഴിയും തോറും വഞ്ചനയുടെ വേദന ആഴത്തിൽ ആഴ്ന്നിറങ്ങി. അവൾ വേദനയുടെ കടലിൽ അകപ്പെട്ടു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൽ നിന്നും അവൾ ഒരിക്കലും ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചില്ല. താൻ ഏറ്റവും വിശ്വസിച്ച ആളിൽ നിന്ന് തന്നെ അവൾക്ക് പിന്നിൽ നിന്ന് കുത്തേറ്റു. നിജിത്തും മീരയും ഒത്തുള്ള സന്തോഷകരമായ സമയങ്ങളെക്കുറിച്ചുള്ള ആതിരയുടെ ഓർമ്മകൾ ഓരോ നിമിഷവും വഞ്ചനയുടെ കൈപ്പേറിയ രുചിയിൽ മലിനമായിരുന്നു. ചിരിയുടെയും സൗഹൃദത്തിൻ്റെയും ഓർമ്മകൾ ഒരിക്കൽ അറിഞ്ഞ് പ്രണയത്തിൻ്റെ ക്രൂരമായ പരിഹാസമായി വളച്ചൊടിച്ചു. ആതിരയെ സങ്കടക്കടലിൽ മുക്കി. അവളുടെ ഹൃദയം വീണ്ടെടുക്കാനാകാത്ത ദശലക്ഷം കഷ്ണങ്ങളാക്കി തകർത്തു. മീരയെ അഭിമുഖീകരിക്കുന്ന ആതിര അവളെ അലട്ടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യപ്പെടുമ്പോൾ വേദനയും വിശ്വാസവഞ്ചനയും കൊണ്ട് അവളുടെ ശബ്ദം വിറയ്ക്കുന്നു. അവളുടെ മുഖത്ത് കണ്ണുനീരൊഴുകി. വീണ്ടും ആതിരയും മീരയും നേരിൽ കണ്ടുമുട്ടി. പറയാൻ കഴിയാത്ത ഭാരത്താൽ അവളുടെ ശബ്ദം വിറയ്ക്കുന്നു. ഒരിക്കലും വരാത്ത വിശദീകരണത്തിനായി യാചിച്ചു. മീരയുടെ ഏറ്റുപറച്ചിൽ ആതിരയുടെ ഇതിനകം മുറിവേറ്റ ഹൃദയത്തിൽ ഒരു കടാരയാണ്. അവളുടെ വഞ്ചനയും അതിൻ്റെ ആഴവും സ്ഥിരീകരിക്കുന്ന അവളുടെ വാക്കുകൾ ആഴത്തിൽ മുറിക്കുന്നു. മീരയുടെ വാക്കുകളായിരുന്നു അവളുടെ ഹൃദയത്തിനേറ്റ അവസാന പ്രഹരം. അവളുടെ വഞ്ചനയുടെ സത്യം ആതിരയെ ശ്വാസം മുട്ടിച്ചു വിടുന്നു. അവളുടെ ലോകം അവൾക്ക് ചുറ്റും വേദനയുടെ മൂടൽമഞ്ഞ് തകർന്നു. തൻ്റെ സുഹൃത്തിനോട് എന്തു പറയണമെന്നറിയാതെ ആതിര ഒരുപാട് ബുദ്ധിമുട്ടി. അവൾ അറിഞ്ഞോ അറിയാതെയോ എന്താ ചെയ്തിരിക്കുന്നതെന്ന്. തൻ്റെ ലോകമായി കണ്ട 2 പേർ തന്നെ ഇന്ന് ഇത്രയധികം വേദനിപ്പിച്ചിരിക്കുന്നു. ആ ദിവസം അങ്ങനെ കടന്നു പോയത് അവൾ അറിഞ്ഞേയില്ല. രാത്രി നിലാവത്ത് നോക്കിയിരുന്നു. നിലാവിൻ വെളിച്ചം അവളുടെ മുഖത്തടിക്കുന്നു. അതോടൊപ്പം അവൾ ചിന്തിച്ചു കൂട്ടുന്നു. രാത്രിയുടെ ശാന്തമായ ആഴങ്ങളിൽ നിഴലുകൾ നീണ്ടു നിൽക്കുന്നു. മന്ത്രിപ്പുകൾ മങ്ങുകയും ചെയ്യുന്നിടത്ത് ഞാൻ എന്നെ ഏകനായി കാണുന്നു. നിശബ്ദമായ നെടുവീർപ്പുകളുടെ കടലിൽ തകർന്ന സ്വപ്നങ്ങളുടെ ഭാരത്തിന് താഴെ എൻ്റെ വേദനയുടെ പ്രതിധ്വനിയിൽ ഞാൻ മുങ്ങി മരിക്കുന്നു. വിശ്വാസവഞ്ചനയുടെ കൈപ്പേറിയ നാളുകൾ മൂർച്ചയുള്ള ഒരു കത്തിയാൽ ആഴത്തിൽ മുറിക്കുന്നു. എൻ്റെ തകർന്ന ഹൃദയത്തിൻ്റെ വിശുദ്ധ അറകളിൽ നിരപരാധിത്വം നഷ്ടപ്പെട്ടതിൽ ഞാൻ വിലപിക്കുന്നു. വിധിയുടെ ക്രൂരമായ വളച്ചൊടിക്കൽ അത് ഞങ്ങളെ വേർപെടുത്തി. പ്രതീക്ഷയുടെ ഒരു മിന്നായമാണിപ്പോൾ എൻ്റെ നിരാശയുടെ ഇരട്ടി. വേദനയുടെ ആഴങ്ങളിൽ പോലും ഉയരാനുള്ള ശക്തി ഞാൻ കണ്ടെത്തുന്നു. പ്രഭാതത്തെ വീണ്ടും അഭിമുഖീകരിക്കുക നിശബ്ദമായ നെടുവീർപ്പുകളോടെ. ആതിര മുറ്റത്തൊറ്റയ്ക്ക് നിൽക്കുന്നു. ആ നിലാവത്ത് നിന്ന് അവൾ വിധിയെ പഴിക്കുന്നു. ഇനി എന്തു ചെയ്യും, ഇനി എങ്ങോട്ട് എന്ന ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ മുഴങ്ങുമ്പോൾ അന്നത്തെ ദിവസം അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡും